മല്ലപ്പള്ളി പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി. ഭരണഘടനയെ ആക്ഷേപിച്ച് പ്രസംഗിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയ പോലീസ് റിപ്പോർട്ട് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഡിജിപിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ചകളാണ് സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായ മൊഴി രേഖപ്പെടുത്തുകയോ വേണ്ടുന്ന തെളിവുകൾ ശേഖരിക്കുകയോ ചെയ്തില്ല. വേദിയിൽ ഉണ്ടായിരുന്നവരുടെ മൊഴികൾ മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മല്ലപ്പള്ളിയിലെ വിവാദ പ്രസംഗത്തിൽ അവിടെ ഉണ്ടായിരുന്നവരുടേതല്ലാതെ മറ്റൊരാളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് പെൻഡ്രൈവ്, CCTV ദൃശ്യങ്ങൾ എന്നിവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെയെല്ലാം ഫലം വരുന്നതിന് മുമ്പാണ് കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇവയെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണം കൃത്യമായിരുന്നില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. മന്ത്രിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് അന്വേഷണം നടത്തിയതെന്നും കോടതി പറയുന്നു. ഭരണഘടനയെ അവഹേളിച്ചെന്ന കേസിൽ സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയാണ് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചിട്ടില്ലെന്നും വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നതനുസരിച്ച് എഴുതപ്പെട്ട ഭരണഘടന തൊഴിലാളി വർഗത്തെ ചൂഷണത്തിലേക്ക് ഇരയാക്കുന്നതാണെന്നുള്ള വിമർശനം മാത്രമാണ് സജി ചെറിയാൻ നടത്തിയതെന്ന നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നത്. അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. മല്ലപ്പള്ളിയിൽ നടന്ന ഒരു പൊതുചടങ്ങിനിടെ ഭരണഘടനയെ വിമർശിക്കുന്ന തരത്തിൽ സജി ചെറിയാൻ സംസാരിച്ചുവെന്ന പരാതിയാണ് വിമർശനങ്ങൾക്ക് വഴി തുറന്നത്. സംഭവം വലിയ വിവാദമായതോടെ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകേണ്ട കാര്യമില്ല. കാരണം ഞാൻ നടത്തിയ പ്രസംഗത്തെ പറ്റി കൊടുത്ത പരാതിയിന്മേൽ പ്രാഥമികമായ അന്വേഷണം നടത്തുന്നത് പോലീസാണ്. അവര് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവർ കോടതി സബ്മിറ്റ് ചെയ്തു. കോടതി അതിന്മേലൊരു തീരുമാനം ആദ്യം എടുത്തു. അത് ശരിയാണ്. അതിനു മുകളിൽ ആ കോടതി എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത്, ഹൈക്കോടതി പോയി. ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കൂടുതൽ അന്വേഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ അതിനകത്ത് അന്വേഷിക്കാത്ത ചില ഭാഗങ്ങളുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കണം. നാളെ കോടതി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷിക്കട്ടെ. ഞാനിപ്പോൾ ഇതിനകത്ത് കക്ഷിയല്ലല്ലോ. കാരണം ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയത്തെ കുറിച്ചല്ലല്ലോ ചർച്ച വന്നത്, അന്വേഷണത്തെ കുറിച്ചാണല്ലോ ചർച്ച വന്നത്. എൻ്റെ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ കക്ഷിയാകുന്നത്. സ്വാഭാവികമായിട്ട് എൻ്റെ ഭാഗം കൂടി കേൾക്കേണ്ടതായിരുന്നു, കേട്ടില്ല. അത് കേൾക്കാത്തത് തെറ്റുമില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിനൊക്കെ അധികാരമുണ്ട്. അപ്പോൾ എനിക്ക് തുടർന്ന് നിയമ നടപടി സ്വീകരിക്കാൻ ഇനി അവകാശമുണ്ട്. നമ്മുടെ ജനാധിപത്യ ജുഡീഷ്യൽ സംവിധാനത്തിൽ അതിനുള്ള എല്ലാ അധികാരവും അവകാശവും എനിക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ആ കാര്യം ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് പഠിച്ചു മനസ്സിലാക്കി വക്കീലുമാരോട് ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കും.